അമ്മ എൻ്റെ ഫോൺ നന്നായി പരിശോധിക്കണം. എല്ലാ തെളിവുകളും അതിലുണ്ട്. എനിക്കിവിടെ നിൽക്കാനാവില്ല. അഭിലാഷ് മദ്യപിച്ച് എന്നെ നിരന്തരം ഉപദ്രവിക്കും. അച്ഛൻ ഹൃദ്രോഗിയായതിനാൽ ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് തീരും വരെ എനിക്കിവിടെ പിടിച്ചു നിൽക്കേണ്ടതായി വന്നു. എൻ്റെ ആത്മഹത്യ കാരണം അഭിലാഷ് തന്നെയാണ്. സോറി അപ്പ, സോറി അമ്മ. 27-കാരി വിഘ്നേശ്വരിയുടെ ആത്മഹത്യക്കുറിപ്പാണ്. കല്യാണം കഴിഞ്ഞ് 2-ാം വർഷം വിഘ്നേശ്വരി ആത്മഹത്യ ചെയ്തു. അത്രയും ആ പെൺകുട്ടി സഹിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണക്കാരൻ ഭർത്താവായ അഭിലാഷാണെന്ന് വ്യക്തമായി പെൺകുട്ടി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുമുണ്ട്. പക്ഷേ നാട്ടിൽ അഭിലാഷ് മാതൃകാ പുരുഷനാണ്. പച്ചവെള്ളം വരെ ചവച്ചരച്ച് കുടിക്കുന്ന പഞ്ചപാവം. വീട്ടിൽ അയാൾക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. ആട്ടിൻ തോലിട്ട ഒരു ചെന്നായുടെ മുഖമായിരുന്നോ അഭിലാഷിന്? 2 വർഷത്തിനുള്ളിൽ പെണ്ണ് ആത്മഹത്യ വെച്ച് ചെറിയ കാര്യമല്ല അല്ലേ? അഭിലാഷ് പ്രവൃത്തി കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു പയ്യനായില്ല. നല്ല സൂപ്പർ പയ്യനാണ്. സംസാരിക്കൂല, വീട്ടിൽ വരും, ജോലിക്ക് പോവും, അവിടെ പോവും. അല്ല പുറത്തു വന്ന് വരെ കമ്പനി കാര്യം ഒന്നുമില്ലാത്ത പയ്യനാണ്. അത്രയും ഉറപ്പുണ്ടെങ്കിൽ അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചായിരിക്കും എനിക്കറിയില്ല. അതറിയില്ല. കാര്യത്തെന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്താണ്. നമ്മൾ ഈ കോവിലൊക്കെ ഉത്സവം നടക്കുമ്പോഴത്തേക്ക് ഭയങ്കര സഹകരണവും കാര്യങ്ങളൊക്കെ ഉള്ള പയ്യനാണ്. സഹകരണമാണ്. നമ്മൾ ക്ഷേത്ര ഉത്സവം വരുമ്പോഴേ ഭയങ്കര സഹകരണമാണ്. അകത്ത് എന്തിനു നടക്കണം എന്നുള്ളത് നമുക്കറിയില്ല, നമുക്കറിയാൻ പറ്റില്ല, അത് നമുക്ക് പറയാനും പറ്റില്ല. എന്റെ ഒരു അനിയനുമാണ്. അവനോട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നല്ല പയ്യനാണ്. അല്ല, നല്ല പയ്യന്റെ ആയിട്ടല്ലേ ഒരു പെണ്ണ് 2 വർഷത്തിൽ ആത്മഹത്യ ചെയ്ത്? അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അത് ആ വീട്ടിനകത്ത് നടന്ന സംഭവമാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വീട്ടിൽ എന്തൊരു വിഷയമാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കൂടെ സഹകരിച്ച് എല്ലാ കാര്യത്തിലും നിൽക്കുന്നവരാണ്. പെണ്ണിനെ കണ്ടിട്ടുണ്ടാണ്, സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇടപെടുന്ന വിഷയമാണ്. ഞാൻ സംസാരിക്കുന്നില്ല. സഹോദരി ഹായ്, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ ഇതില്ല, ആരുമായിട്ട് വേറെ ഇതില്ല. ആരെ കണ്ടാലും അണ്ണാ എത്ര, ഈ സംസാരം മാത്രമേ ഉള്ളൂ. സംസാരം കാര്യമൊന്നുമില്ല. ജോലിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ സ്കൂട്ടറിൽ വന്നിട്ട് ആണോ ഇത്രയേ ഉള്ളൂ. അങ്ങ് പോകും. വൈകുന്നേരം നമ്മളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അണ്ണാ അല്ല, ഇത് തമിഴ് പെണ്ണല്ലേ? തമിഴ് സ്വദേശിയില്ലേ? അല്ല, ഈ തമിഴ്നാട്ടിൽ പോയി അഭിലാഷ് കെട്ടുള്ള കാര്യം എന്താ? അല്ല, അത് സംബന്ധം ആരും പോയേ പലയിടത്തും പോയി നോക്കട്ടില്ല. നമ്മളെ ഇവിടെ കിടക്കണ നമുക്ക് ഇവിടെ പിന്നെ കിട്ടാൻ പറ്റുമോ? കുടുംബം ഇവിടെ ആയിട്ട് ബന്ധമുണ്ട്. അതായത് ഈ തെരുവിലുള്ള തള്ളയാണ്, തെരുവിലുള്ളതാണ്. തള്ള കെട്ടിക്കൊടുത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മ കാണാത്ത നമ്മൾ പറയാൻ പറ്റും. ഈ ഇത്ര ഡിസ്റ്റൻസ് കിടക്കുന്നു. എന്തിനാണ് സംഭവം നടക്കുന്നത് നമുക്കൊന്നും പറയാനില്ല. കഥയല്ലോ ഇത്ര ഡിസ്റ്റൻസ് കിടക്കുന്നു. അപ്പൊ അവിടെ എന്തിനാ നടക്കുന്നുള്ള കാര്യം നമുക്ക് പുറത്തറിഞ്ഞൂടാ. ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്റെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളാണ്. അത് പ്രശ്നങ്ങൾ സഹകരിച്ച് പോണ്ടേ. ഞങ്ങൾ 3 പേര് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങള് ഇപ്പൊ സൗഹൃദമായിട്ടും സുഹൃത്തുക്കളായിട്ടുമാണ് നിൽക്കുന്നത്. നമ്മളെ ഓരോരോ വീട്ടിൽ കയറി പോകുന്ന കാല സ്നേഹത്തിലാണോ? അതായത് മെനിങ്ങാന്ന് തന്നെ ഇവരൊക്കെ ഒരു 2ാമത്തെ വർഷം വിവാഹം നടന്നത്. അതൊക്കെ അവര് പോയിരുന്നു. നല്ല രീതിയിൽ അവര് എടുക്കുകയും ചെയ്തു. വിവാഹ വാർഷികമൊക്കെ എടുത്തു. അതവിടെ ചെറു വീട്ടിൽ ചേർന്നു. പിന്നെ വേറൊരു ഫംഗ്ഷന് 2 പേരും കൂടെ പോവുകയും ചെയ്തു. നിങ്ങളതൊക്കെ ഒരുമിച്ച് കാണുന്നത് കൊണ്ട് 2 സ്നേഹത്തോടൊക്കെ പോകുന്ന കാണുന്നത്. അല്ല, പുള്ളി പുറത്തിറങ്ങൂല. അത് ചന്ത വീട്ടിൽ കയറ്റി പുറത്തിറങ്ങൂല. അപ്പുറത്തിറക്കത്തില്ലയോ? ആര്? പയ്യനും ഇറങ്ങില്ല, അവരും ഇറങ്ങൂല, പുറത്തിറങ്ങൂല. വീട്ടിനകത്ത് തന്നെ എന്തെങ്കിലും സംസാരിച്ചാൽ TV കണ്ട് തുറക്കും. ഇങ്ങോട്ട് പുറത്തൊന്നും ഇറങ്ങൂല. നമ്മളാണെങ്കിൽ പുറത്തിറങ്ങും, അവര് പുറത്തൊന്നും ഇറങ്ങൂല. പക്ഷെ എന്തൊരു കൊച്ചിന്റെ മനസ്സിന് വേദനിപ്പിക്കും എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അതുണ്ടായിരിക്കാം. അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ പയ്യനുമായിട്ട് ഈ കുടുംബമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര ബന്ധങ്ങളുണ്ടായി. ഇവന്റെ സഹോദര വിവാഹത്തിന് നമ്മളെല്ലാം പങ്കെടുത്തതാണ്. ഇവന്റെ കല്യാണത്തിനും നമ്മൾ പങ്കെടുത്തതാണ് അല്ലേ? ഇവന്റെ കല്യാണത്തിനൊക്കെ നമ്മൾ പങ്കെടുത്തതാണ്. എന്തൊരു സംഭവമാണെന്ന് അറിയത്തില്ല എനിക്ക്. എന്നിട്ട് സൂചന എന്ത് സുഖമുള്ള പയ്യനൊന്നും അല്ല. പറഞ്ഞു കേൾക്കുന്ന എന്തായിരിക്കും? അറിയാത്തില്ല. ഇപ്പൊ SI വന്നിട്ട് പറഞ്ഞിട്ട് കൊച്ചിന്റെ ഇവിടെയൊക്കെ ചെറിയ പാടുകളുണ്ടെന്ന്. എവിടെ? തൊടയിലൊക്കെ. ഈ മുമ്പ് എന്താ ചിന്ത അടിച്ച ആർക്കും അസുഖമുള്ളതൊക്കെ പലവർക്കും പാടും ഇതൊക്കെ വരും. അത് വേറെ വിഷയം. അതല്ല, നമുക്ക് ഇപ്പൊ പ്രായങ്ങളാകുമ്പോഴേ പലയിടത്തും അസുഖം വരും, ചൊറിച്ചിൽ വരും, പാടും വരും. മനസ്സിലായില്ലേ? അത് പറഞ്ഞിരിക്കട്ടെ. അത് വെച്ച് സൂചന കൊടുക്കാൻ പാടില്ല. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഒരുപാട് എനിക്കിപ്പോൾ കാലിൽ പാട്
പറഞ്ഞൊരു കാര്യമുണ്ട് പെൺകുട്ടി ദേഹത്ത് പാടുണ്ടെന്നാണ് പറയുന്നത്, അടിയുടെ പാടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് ഒരു കയ്യിൽ 5-6 വർഷമായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ. അത് കൊടുത്താണ് ഗ്യാസ് ടൈലി ഇത് കൊടുത്ത 5-6 വർഷം 5-6 വർഷമായിരുന്നു. വിവാഹം കഴിച്ചിട്ട് 5-6 വർഷം ആയില്ലല്ലോ. 2 വർഷമേ ഉള്ളൂ. 2 വർഷം 5-6 വർഷമായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ. ആ. ഇത് ബോർഡ് ഇത് കൈ ചെക്ക് ചെയ്ത സാറാ 5-6 വർഷമായിരുന്നു ഈ കയ്യിൽ പാട് വന്നിട്ട്. ഇപ്പോഴുള്ള പാടല്ല, പയ്യൻ അടിക്കണ പയ്യനുമല്ല, അങ്ങനത്തെ പയ്യനുമല്ല. ഇത് സൂപ്പർ പയ്യനാണ്. ഈ ഏരിയയിൽ പുറത്തിരിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രാത്രിയോടെ ഇറങ്ങി പോവും, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെളിയിറങ്ങണ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നും അറിയത്തില്ല അല്ലേ? ഞാൻ വെളിയിറങ്ങണ കണ്ടിട്ടില്ല. നമ്മളെ വേറെ ആരും ഇല്ല. ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ഇത്രയേ ഉള്ളൂ. അവരവരെ ജോലിയൊക്കെ അവർ മുകളിൽ കിടക്കും. അറിഞ്ഞ മുതല് നമ്മൾ ഈ മിറ്റത്ത് തന്നെ ഉണ്ട്. ഇന്നലെ ഈ ഓരോ അറിഞ്ഞ മുതല് നമ്മൾ ഈ മിറ്റത്ത് തന്നെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ കയറി പോയത് 1:30 മണിക്കാണ് രാത്രി. കാര്യം അത്രയും ഒരു സഹകരണത്തിന്റെ പുറത്താണ് പോയത്. പക്ഷെ പിന്നെ ഇവർ അച്ഛനെ പറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞു കേൾക്കണമല്ലോ. അത് അല്ല അങ്ങനെ ഇന്നലെ ഈ ബോഡി ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നമ്മളെ വിഴിഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് മൂടി ഇങ്ങനെ ഡോറും ക്ലോസ് ചെയ്ത്. ഡോറ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നീയും നിന്റെ അച്ഛനും കൂടെയാണ് ഇതിൻ്റെ ആള് എന്ന് പറയുന്നത് ഞാൻ കേട്ടപ്പോഴത്തേക്ക് SI പറഞ്ഞ് എല്ലാവരും മാറിയിക്കാൻ പാടില്ല, അവിടെ ആള് കൂടി നിൽക്കാൻ പാടില്ല, എല്ലാവരും മാറിയിക്കാൻ പാടില്ല. ഞങ്ങളങ്ങ് മാറിയിക്കുകയും ചെയ്തു. പിന്നെ അതിന് ശേഷമുള്ള വേറോളും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ സംഭവം ഉണ്ടായിരിക്കാം. അത് നമുക്കിപ്പം പറയാൻ പറ്റൂലല്ലോ. ഈ അച്ഛനെ പറ്റി അഭിപ്രായം എങ്ങനെ? പുള്ളി നമ്മളുമായിട്ട് സഹകരണമില്ല. ഒരു മനുഷ്യരുമായിട്ട് രാവിലെ പോവും വൈകുന്നേരം വരും. അത് നമ്മളുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല ആരുമായിട്ട്. അപ്പൊ നിങ്ങൾക്കെല്ലാം ഒരു സംശയം, ഈ പയ്യനെ സംശയമില്ല? 100% നമ്മള് പയ്യന്റെ അച്ഛന്റെ ഒരു സംശയം വരുന്നത് അത് നമുക്കറിയില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല. പയ്യന്റെ അച്ഛനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾ വരും പോവും, അയാളെ കാര്യം നോക്കും. പിന്നെ ഇവിടെ എന്തിനാണ് നടക്കണത് എന്തിനാണെന്ന് നമുക്കറിഞ്ഞൂടാ. പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധമില്ല. അതിനെക്കുറിച്ച് നമുക്കൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ഇനി ഇതിനകത്ത് എന്ത് സംഭവിച്ചു ഉണ്ടെന്നറിയില്ല. നമ്മളവിടെ പോയില്ല, വരികയില്ല.